ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പുതിയ റോഡിന്റെ ടാറിങ് കണ്ടല്ലേ, കുഴപ്പമില്ല എന്ന് നമ്മളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഈ ഉദ്ദേശിക്കുന്ന വല്ല ക്വാളിറ്റി ഒക്കെ കുറവാണ് കേട്ടോ. ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സൈഡില്ല, സൈഡ് ഫില്ല് ചെയ്തിട്ടില്ല, ഇതൊക്കെ കണക്കാണ്. ഇതിന്റെ മണ്ടക്കത്തെ ഫൈനൽ കോട്ട് ചെയ്തിട്ടില്ല. ഒരു ടാർ ചെയ്തു, ആൾക്കാരുടെ ബഹളം കാരണം യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു ടാർ ചെയ്തു. അതിനകത്ത് നമ്മളിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ലെന്ന് പറയാം. ജനങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്ന് മനസ്സിലുണ്ടോ? അതെ, ഞാൻ പറയാൻ വന്നത് നെടിയവള മുതൽ പുത്തലമലം വരെ അത്യാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ 25 വർഷമായിട്ട് ഒന്നിനും കൊള്ളാതെ കിടന്ന റോഡ് ഇപ്പം അത്യാവശ്യം നമുക്ക് ഉരുട്ടിയെങ്കിലും പോകാം. പക്ഷേ ഞങ്ങളുടെ വേമ്പനാട്ട് നമുക്ക് മുതൽ പുത്തലമലം വരെയുള്ള ജനങ്ങളെ MLA ചതിച്ചു. പുതിയതായിട്ട് വന്ന MLA തുടങ്ങിയതേ ഉള്ളൂ, എങ്കിലും ഇതിലേക്ക് ഫണ്ട് വെച്ചിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബഡ്ജറ്റ് വെച്ചിട്ടില്ല. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെങ്കിലും ഒന്നുമില്ലെങ്കിൽ ടാറിങ് തുടങ്ങുന്നില്ലെങ്കിൽ അതിന് മെയിൻ്റനൻസ് എങ്കിലും ചെയ്ത് ആളുകൾക്ക് നടന്നു പോകാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഒന്ന് ആക്കിത്തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ആ വീഡിയോ ഇടാം. നമ്മൾ പുത്തനമ്പലം അമ്പലം പൊളിച്ചതും അത് പണിഞ്ഞതും സത്യം പറഞ്ഞാൽ പലരും ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. കാരണം ഇതുവഴി ആരും പോകുന്നില്ല. ബസ് റൂട്ടുകളുണ്ടായിരുന്നു, ഇതുവഴി ഓടുന്ന ബസ്സുകാരെ സമ്മതിക്കണം. കാരണം അവർക്ക് ഒരു രൂപയും മിച്ചമില്ല, ഇതിനകത്തെങ്കിലും മിച്ചമെന്നല്ല, നഷ്ടമാണ്. എന്നിട്ടും അവർ റൂട്ട് ചെയ്യാൻ വേണ്ടി ഓടുന്നു. ദയവായി ടാക്സ് ഒക്കെ വാങ്ങിക്കുന്ന സർക്കാർ ഞങ്ങളെ കൊണ്ടൊന്ന് കരുതുക. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വെറുതെ കിടന്ന് അലയ്ക്കാം എന്നേ ഉള്ളെങ്കിലും ഞങ്ങളെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ അറിയിക്കാൻ പറ്റും. റോഡ് തടയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ മറ്റുള്ളവരെ കൂടെ പ്രതീക്ഷിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയാണ് തടയാത്തത്. ഇല്ലാണ്ടെങ്കിൽ പൂർണ്ണമായും റോഡ് തടഞ്ഞ് സഞ്ചാരം നിർത്തലാക്കാൻ വേണ്ടി ഈ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ദയവേത് അതിന് മുതിരരുത്. അതുകൊണ്ട് ദയവായി ഞങ്ങൾ അഭ്യർത്ഥന ഒന്ന് കേൾക്കുക. ഈ റോഡിനാണ് ഈ വളവൊക്കെ എത്ര വണ്ടികളാണ് അറിയാം വീണത് ഈ സ്ഥലത്ത്. കൊന്തപ്പള്ളി മുക്കിൽ എന്തിനു വേണ്ടി വണ്ടികളാണ് അറിയാം കുഴി പോയിട്ടുള്ളത്. ഇവിടെ ഇനിയിപ്പോൾ ബസ്സുണ്ട്, രാവിലെ 10 മണിയായി. ഇപ്പം നമുക്ക് ഇതൊരു സർവീസ് ബസ് ഉണ്ട്, ഇപ്പോൾ വരും. അത് നോക്കി ഇവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഒരു പോസ്റ്റ് ചരിഞ്ഞിരിക്കുന്നുണ്ടോ? റോഡ് മാത്രം പോരാ, നമുക്ക് നടക്കാനുള്ള സ്ഥലം വേണ്ടേ? സൈഡിലൂടെ ഒന്ന് ഫില്ല് ചെയ്ത് തരണ്ടേ? എന്ത് ചെയ്യാം, നമ്മളത് എന്തൊക്കെ പറയാനല്ലേ? നോക്കാം അല്ലേ? നിങ്ങൾ ഈ നാട്ടുകാർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, എല്ലാവർക്കും പേടിയാ. രാഷ്ട്രീയമാണോ എന്താണെന്ന് എന്തിനാ പേടിക്കാൻ തരത്തില്ല. ആരും പ്രതികരിക്കുന്നില്ല, എല്ലാവർക്കും പ്രതികരിക്കാൻ പേടിയാ അല്ലേ? അതെന്താ പേടി ഇത്രേ? നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, നമ്മൾ നികുതി അടയ്ക്കുന്നതല്ലേ, നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ ഇവരൊക്കെ ജയിപ്പിക്കുന്നേ. നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ 25 വർഷമായിട്ട് ഒരു നാളുകളും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണിത്. നെടിയവള മുതൽ വേമ്പനാട്ട് നോക്കിയിട്ടുള്ള ജനങ്ങളെ. അപ്പം കുന്നത്തൂർ മണ്ഡലത്തിന്റെ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെ ബോർഡർ കൂടിയായ കുന്നത്തൂരിന്റെ വടക്കേറ്റ സ്ഥലത്ത് നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഒരു MLA ആയിരുന്നു ഇതുവരെ ഉള്ളത് ഇത്രയും നാളായിട്ട്. അദ്ദേഹം ഇതുവഴി പോയിട്ടില്ലെന്നാണ് പറയുന്നത് പലപ്പോഴും. പക്ഷെ ഇപ്പോൾ ജനപ്രതിനിധികൾ MLA മാർ നമ്മൾ പറയുന്ന കുറ്റം പറയുന്നില്ല, അവരെ കൺട്രോൾ ചെയ്യുന്ന ഈ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ് ദയവായിട്ട് ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത്. അത് നമ്മൾ പുത്തനമ്പലത്തിൽ എത്തി. പുത്തനമ്പലത്തിലെ ക്ഷേത്രം പൊളിച്ചു പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെമ്പോല പാവുന്നതിനൊക്കെ സംഭാവനകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നമുക്കതൊരു ദിവസം ഒന്ന് കാണാം. ഓക്കെ, കഴുക്കൂലുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരെ നെടിയവളയെന്ന് നല്ല റോഡാണ്. SNVG UPS സ്കൂളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു ഹർത്താലിനും അവധിയില്ലാത്ത ഒരു സ്കൂളാണ് പുത്തനമ്പലം സ്കൂൾ കേട്ടോ. എത്ര രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടായാലും ഇനി അങ്ങോട്ട് വണ്ടി കുലുങ്ങും കേട്ടോ. അമ്മേ അയ്യോ, നടുവേദനയൊക്കെ ഉള്ളവര് ഈ പുത്തനമ്പലത്തിൽ കൂടെ വരാതിരിക്കുക. ഫ്ലൈറ്റ് വല്ലതും ചാർട്ട് ചെയ്യണമെങ്കിൽ അത് മുടിഞ്ഞ റേറ്റ് വെക്കും. അതുകൊണ്ട് അതും നടക്കത്തില്ല. കണ്ടില്ലേ, പുത്തനമ്പലം പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ആയിരക്കണക്കിന് കണക്ഷൻസ് ഉള്ള പോസ്റ്റ് ഓഫീസാണത്. അവിടെ ഒരു ശകലം പോലും വെള്ളം പുറത്തു പോകത്തില്ല, എല്ലാ വെള്ളവും അങ്ങ് അകത്ത് കയറും. അതുപോലത്തെ കഷ്ടത്തിൽ കിടക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ്, അതിനും ഒരു വ്യത്യാസമില്ല. എന്ത് ചെയ്യാനല്ലേ? ഹരേ കൃഷ്ണ അത് വരുന്നുണ്ടോ? നമ്മുടെ ഇതുവഴി ഓടുന്ന ലക്ഷ്മി ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ മറ്റു സർവീസാണ്, കൊല്ലം മാറുന്ന സർവീസാണ്. കണ്ട് ഇവരൊക്കെ പോകുവാണ് പാവങ്ങള്. കുറച്ച് ആൾക്ക് ലാഭമുണ്ട്. KSRTC സർവീസ് ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇപ്പൊ അതുമില്ല. നോക്ക്, മഴയുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് വരുമ്പം അടുത്ത കുഴി കാണിക്കാൻ. ഓക്കെ, നല്ല കുഴിയാണേ. ബൈക്കിലൊക്കെ പോകുന്നത് ശ്രദ്ധിച്ച് പോവുക.
ടൂ വീലർ മാത്രമല്ല, ചെറിയ കാറ്, ഓട്ടോ ഒക്കെ പ്രശ്നമാണ് കേട്ടോ. കുഴിയിൽ വന്നിറങ്ങുമ്പോൾ മഴക്കാലം ആകുമ്പം നമ്മൾ വെള്ളം കെട്ട് കണ്ടു കഴിഞ്ഞാൽ നിർത്തി മാത്രം ഇറങ്ങി പോവുക. പിന്നെ നടന്നു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം ആകുമ്പം വഴിയിൽ പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ചവിട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളക്കെട്ടുള്ളിടത്തൊന്ന് ഒഴുകി നിൽക്കുക. മറ്റു വണ്ടിക്കാരെ പിന്നെ വഴക്കൊണ്ടിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ശരീരത്ത് ചെളിവെള്ളം തെറിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വണ്ടിക്കാർ മനഃപൂർവ്വം ഒരിക്കലും നിങ്ങളുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ നടന്നു പോവുകയാണെങ്കിലും സൈക്കിളിൽ പോകുകയാണെങ്കിലും ഒക്കെ, ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ നമ്മുടെ ദേഹത്ത് ചെളി പറ്റത്തില്ല. അത്രേ ഉള്ളൂ. വണ്ടിക്കായിട്ട് അടി ഉണ്ടാക്കി നമ്മുടെ ആരെയും കളയുന്നതിനാ. ഇപ്പോൾ നമുക്ക് ആർക്കും അവിടെ ഒന്നും പണ്ടാൻ പറ്റത്തില്ല കേട്ടോ. എപ്പം മിണ്ടുന്നോ അപ്പം വഴക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മഴ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബദാം മുക്കണോ, ബദാവ് നിൽക്കണ്ടോ, വെയിറ്റീഷിനുള്ളിൽ ബദാവ് വെക്കുന്നുണ്ടോ. സഹിച്ചാൻ്റെ കടയൊക്കെ ഇവിടെയാണ്. നമ്മുടെ ഒരു ജംഗ്ഷനാണിത്. അടുത്തത് നമ്മുടെ മിൽമ സൊസൈറ്റി ഉള്ള ജംഗ്ഷനാണ്, കരയോഗം ജംഗ്ഷൻ. കണ്ടോ, ഇവിടുന്ന് വലിയൊരു വഴിയുണ്ട് കേട്ടോ. 7-ാം മൈൽ ഐവറികാല റോഡ് കേട്ടോ. കണ്ടോ, പൈപ്പ് ലൈൻ റോഡാണേ. പൈപ്പ് ഇട്ട് കുളവാക്കി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് മെറ്റിൽ വിട്ടു, അതും ഇപ്പോൾ ഒലിച്ചു പോയി. ഇതെല്ലാം പ്രഹസനമാണ്, സജീവ പ്രഹസനമാണ് എന്ന് പറയത്തില്ലേ. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവഴി വന്നു കഴിഞ്ഞാൽ കടമനാട് ജംഗ്ഷനിൽ നിന്ന് പോകാതെ ഇഷ്ടംപോലെ ബൈറോളുണ്ട്. അവർ കടമനാട് സ്കൂളിനടുത്ത് മാനാമ്പഴേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. ഇതാണ് ഇതുവഴി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഐവറികാലയിൽ പോവാം. പുത്തനമ്പലത്തിൽ നിന്നുള്ളവർക്ക് പോകാൻ പറ്റും. ഇവിടെയൊക്കെ ഉള്ളവർ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ബേമേടത്ത് മുക്കിലൊന്നും പോകണ്ട. കണ്ടല്ലേ ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ കണ്ടാ. ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ സസ്പെൻഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ ഷോറൂമുകാർക്ക് സ്പെഷ്യൽ ഡ്രൈവ് നടത്താം. പിന്നെ നമ്മളിങ്ങനെ റൈഡിങ്ങിനൊന്നും പോയിട്ട് ഈ വലിയ കാട്ടിനകത്തൊന്നും പോകണ്ട. നമ്മുടെ പുത്തനമ്പലം ബേമേടത്ത് നമുക്ക് റോഡിൽ കൂടെ വന്നാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ സുരേഷ് സാറൊക്കെ കണ്ടുപിടിക്കണ്ടോ. കണ്ടോ, ഇത് കഥ പറയാം. മഴയും പിടിച്ചിട്ട് കഥ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കേട്ടോ, സുരേഷ് സാറാണേ. നമ്മൾ കരവേശം കഴിഞ്ഞു. നമ്മുടെ ഒരു അടുത്ത വലിയൊരു കുഴി, ഈ റോഡിലെ ഏറ്റവും വലിയ കുഴിയിലേക്ക് പോവാണ്. എനിക്ക് വീട്ടിൽ എടുത്തിട്ട് പോയാൽ മതി. എന്നാലും നമ്മൾ അതൊന്ന് കാണിക്കാം. അതിനു വേണ്ടി അങ്ങോട്ട് പോകാം. ഉണ്ടോ, ഇത് ഭരണിക്ക അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. ഇടത്തോട്ട് ആഗസ്റ്റ് 3 മുതൽ സപ്താഹം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഭരണിക്ക ക്ഷേത്രം വഴി നേരെ കടമനാട്ട് സ്കൂളിന് മുമ്പിൽ ചെന്ന് കയറാൻ എളുപ്പവഴിയാണ്. ഇപ്പോൾ അത്യാവശ്യം റോഡൊന്നും കുഴപ്പമില്ല, എന്നാലും ശ്രദ്ധിച്ചു പോകണം. പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന വലിയൊരു കുഴിയിലേക്ക് കേട്ടോ. അഗാധമായ ഗർത്തമാണ് ഈ റോഡിലെ ഏറ്റവും വലിയ ഗർത്തം. കണ്ടോ, 25-30 വർഷം മുമ്പ് ചെയ്ത ടാറ് നമുക്കിപ്പം കാണാൻ പറ്റും കേട്ടോ. അയ്യപ്പാ, കണ്ടോ, ഇതാണ് ഇതിന്റെ കഥ. കണ്ടോ, ഇവിടെയൊക്കെ വന്ന് ദയവ് ചെയ്ത് ആരും മറിഞ്ഞു വീഴരുത്. മറിഞ്ഞു വീണാൽ പൊക്കിയെടുക്കാൻ പോലും ഈ നാട്ടിലൊന്നും ആരുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്താം. ഒരു 100-200 മീറ്റർ ചെന്നാൽ ബേമേടത്ത് നമുക്ക് ജംഗ്ഷനായി. അപ്പം അവസ്ഥയാണേ, ബൈക്കിലൊക്കെ അപ്പോൾ ഒന്ന് വീഴാതിരുന്നാൽ അവരുടെ വീട്ടുകാർക്കൊള്ളാം. ഓക്കെ, അപ്പം ഇതൊന്നും പരിഹാരം കാണത്തില്ലെന്ന് അറിയാം, എങ്കിലും ചുമ്മാ പറഞ്ഞു കേട്ടോ. ഓക്കെ.